ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CPI വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാന കൗൺസിലിൻ്റെ റിപ്പോർട്ടിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ CPIയുടെ കൗൺസിലിലെ ചർച്ച എന്താണെന്നല്ല ഞാൻ ചോദിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അത് ഭരണാധിപൻ എന്ന നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിലും നടത്തി ആ ഒരു ശൈലിയിൽ തിരുത്തലുകൾ വരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ 80 വയസ്സെടുക്കുന്ന ഒരാളാണ്. 80-ാം വയസ്സിൽ മാത്രമായിട്ടൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഞാൻ 91 മുതൽ പിണറായി വിജയനെ കാണുന്നുണ്ട്. 91-ലാണ് ഞാൻ ആദ്യം MLA ആയിട്ട് വരുന്നത്. 91-ൽ വരുമ്പോഴും 96-ൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തുമൊക്കെ നല്ല അടുപ്പമുണ്ട്. ശൈലിയിലൊന്നും വലിയ വ്യത്യാസം അന്നും ഇന്നുമായിട്ട് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിൽ എല്ലാവരെയും എല്ലാ വകുപ്പുകളെയും ശ്രദ്ധിച്ചു. ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ഏതെന്ന് നിശ്ചയിക്കുന്നതിനകത്തും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ആ മാറ്റം ഉണ്ടാകുമായിരുന്നു. ശൈലിയിലെ മാറ്റം കൊണ്ട് മാത്രം വേറെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ മുഖ്യമന്ത്രിയുടെ ശൈലി ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ലെന്നാണോ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ശൈലി ചർച്ചാ വിഷയമാക്കുന്നതും ആക്കാത്തതും ഒക്കെ വേറെ വിഷയം. അതൊന്നും ഇതിനെ ബാധിക്കുകത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ഒരുമിച്ച് വേണം അതിനെ വിലയിരുത്താൻ. ഒരാളിൻ്റെ മാത്രം ഏതെങ്കിലും എന്ന് വെച്ചുകൊണ്ടല്ല, മൊത്തത്തിൽ അത് വിലയിരുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂരിലെ മാടായിൽ വെച്ച് DYFI പ്രവർത്തകർ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അപ്പോൾ അതിനെ മുഖ്യമന്ത്രി അത് തെറ്റാണ്, അത് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു. അതൊക്കെ തെറ്റ്. ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും അംഗീകരിക്കുകയില്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിനോട് അങ്ങ് യോജിക്കുന്നില്ല? ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. CPI എന്താ പക്ഷേ ആ ഘട്ടത്തിലൊന്നൊരു അഭിപ്രായം പറയാത്ത ഇക്കാര്യത്തിൽ? അതിപ്പം ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. അല്ല, ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതൊക്കെ ആളുകളുടെ മനസ്സിൽ തെറ്റായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടല്ലോ? ഞാനങ്ങനെ കരുതുന്നുണ്ട്. രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്നും അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനത്തിന് വിഘാതമല്ല ഇത്തരം രക്ഷാപ്രവർത്തനം പോലുള്ള പ്രയോഗങ്ങൾ? അല്ല, അതൊക്കെ പാർട്ടി ആലോചിക്കുന്ന വിഷയങ്ങളല്ലേ. CPIM-നും LDF-നും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ആ റോൾ അവർ നിർവഹിക്കുകയാണെങ്കിൽ പലതും കറക്റ്റ് ചെയ്ത് പോകാൻ കഴിയും. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയം, നമ്മൾ BJP വിരുദ്ധത അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഒരു നയമായി ഉയർത്തിപ്പിടിക്കുന്ന മുന്നണിയാണല്ലോ കേരളത്തിലെ LDF. അങ്ങനെ രൂപീകരിച്ചൊരു LDF-ൻ്റെ കൺവീനർ EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ വേളയിൽ പറഞ്ഞ 5 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ കാര്യം വോട്ടെടുപ്പ് ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? EP ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോറലേൽപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഒരിക്കലും അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ മാത്രമല്ല, LDF-ൻ്റെ ഒരു ലീഡർ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അക്കാര്യത്തിൽ ജയരാജൻ ഉപയോഗിച്ചത്. വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ സെൻസ് പോലും അതായിരുന്നു. LDF-നെ ദോഷം ചെയ്തതായിരുന്നു EP ജയരാജൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്. ജാവേദ്കറുമായി കണ്ട കാര്യം പറഞ്ഞത് അതിനേക്കാൾ അപകടം. BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന് പറഞ്ഞത് തെറ്റ്. അതിനേക്കാൾ തെറ്റാണ് ജാവേദ്കറുമായിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അത് രണ്ടും ഇടതുപക്ഷ മനസ്സുകളിൽ നല്ല മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് ജയരാജനെ പോലെയുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടി നേതാവ്, LDF നേതാവ് പറയാൻ പാടില്ലാത്തതായിരുന്നു. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു BJP വിരുദ്ധത അതിൻ്റെ രാഷ്ട്രീയ നയമായി കൊണ്ടു നടക്കുന്നതിന് മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തിരിക്കാൻ EP ജയരാജന് അപ്പോൾ രാഷ്ട്രീയമായും ധാർമ്മികമായും അർഹതയുണ്ടോ? അത് LDF എന്നുള്ള നിലയിൽ കൂട്ടായിട്ട് ആലോചിക്കുക. LDF-ലെ ഘടകകക്ഷികൾ അത്തരത്തിലൊരു ആവശ്യം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിലല്ലേ അത് ആലോചിക്കേണ്ടത് കാര്യമുള്ളൂ. അല്ല, അങ്ങനൊരു നിലപാട് CPIക്ക് ഉണ്ടോ? കാരണം ഇനിയും ഈ ഇദ്ദേഹം തുടരണമെന്നത് ശരിയാണോ എന്നുള്ള CPI അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം? ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം LDF-ന് ദോഷം ചെയ്തു എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഈ കാര്യത്തിൽ EP ജയരാജൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ സന്ദർഭങ്ങളിലെല്ലാം CPI അസാധാരണമാം വിധം മൗനത്തിലായിരുന്നു. അപ്പോൾ CPM-ൻ്റെ ഒരു അനുമതി കിട്ടാൻ കാത്തിരിക്കുകയാണോ ഇതിനൊക്കെ പ്രതികരിക്കാൻ? അല്ല, അതുകൊണ്ടല്ല, മറിച്ച് CPIM വേണമല്ലോ അതിന്മേലൊരു തീരുമാനമെടുക്കാൻ. അവരുടെ ഒരു തീരുമാനത്തിന് വേണ്ടി
നോക്കി എന്നുള്ളതിൽ കവിഞ്ഞ് CPI അതിലൊരു അഭിപ്രായം പറയേണ്ട എന്ന നിലയിൽ ഒരു സമീപനം എടുത്തതാണ്. CPM തിരുത്തട്ടെ എന്ന് തീരുമാനിച്ചു.